നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മളെ അടുക്കളയുടെ വീഡിയോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതായത് ഞാൻ ഇന്ന് മുന്നേ ഹോം ടൂറിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഹോം ടൂറിന്റെ വീഡിയോ ഇട്ട സമയത്ത് എല്ലാവരും ചോദിച്ചു അടുക്കള അതിൽ കാണുന്നില്ല എന്ന്. പക്ഷെ ഞാൻ ഈ ഹോം ടൂറിന്റെ വീഡിയോ ഇടുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അടുക്കളന്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്തോ കാരണം കൊണ്ട് ഡിലീറ്റ് ആയിട്ട് പോയി. അപ്പൊ എനിക്ക് തോന്നി ഒന്നും കൂടി നമ്മൾ അടുക്കളന്റെ വീഡിയോ എടുത്ത് കാണിക്കാം എന്ന് തോന്നിയിട്ടാ. അങ്ങനെ ഇന്ന് ഞാൻ അടുക്കളന്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ ചോറും കറികളൊക്കെ വെക്കുന്നത് നമ്മളെ അടുപ്പ്, വിറകടുപ്പ് എന്ന് പറയാം. രണ്ട് സൈഡിലായിട്ടാണ് അടുപ്പ് വരുന്നത്. പക്ഷെ ഈ ഒന്ന് മാത്രം നമ്മൾ കത്തിക്കലില്ലോ കേട്ടോ. ഇതാ ഇടയ്ക്ക് ഈ അടുപ്പ് നല്ലോണം ഇങ്ങനെ മോശമായിട്ട് കാണുന്നില്ലേ. അപ്പോൾ അതിൽ കുറച്ച് ചാണകം തേച്ച് ഒന്ന് അടിപൊളിയാക്കി എടുക്കലുണ്ട്. ഇപ്പോൾ കുറേ തേക്കാത്തേ, അതുകൊണ്ടാണ് കേട്ടോ അടുപ്പ് കാണാനൊരു ഭംഗിയില്ല എന്ന് പറയാൻ വേണമെങ്കിൽ. ഈ അടുപ്പിൻ്റെ ഈ സൈഡിലോട്ടായിട്ട് ഇതാ നമ്മളെ ദോശച്ചട്ടിയാണ് കേട്ടോ. ദോശയെല്ലാം ചുടുന്ന ദോശച്ചട്ടി ഉണ്ടല്ലോ, കാണിച്ചു തരാം. ഇതാ നമ്മളെ ദോശച്ചട്ടി ഇങ്ങനത്തെ ദോശച്ചട്ടിയാണ് കേട്ടോ. പിന്നെ ഇതിൽ ഈ പാത്രത്തിൽ നമ്മളെ വെളുത്തുള്ളി, നീരുള്ളി, ആ രണ്ട് സാധനമാണ് വെക്കൽ. ഇതിൻ്റെ ഉള്ളിൽ ഉപ്പ്, പൊടിയുപ്പ് ഉണ്ടാവുന്നല്ലേ, അത് വെക്കും. പിന്നെ ഇത് നമ്മളെ കൈത്തുണി ആ സൈഡ് കത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ ഓട്ടപ്പുളലും ചുടുന്ന ഓടും. പിന്നെ മീൻ പൊരിക്കുന്ന മുന്നത്തെ ദോശച്ചട്ടി. ഈ ഒരു കാണുന്നില്ലേ ഒരു മരത്തിൻ്റെ, ഇത് നമ്മുടെ ഒലക്ക എന്ന് പറയുന്നില്ലേ, പണ്ടല്ല ഒലക്ക ഉണ്ടായിനി. ആ ഒലക്കയല്ല കേട്ടോ ഇത്. ആ ഒലക്ക പോയിട്ടാകുമ്പോൾ മരത്തിനെ കൊണ്ട് ഉണ്ടാക്കിയത്. എന്തെങ്കിലും ആവശ്യത്തിന് ഇങ്ങനെ കല്ലിലിട്ട് ഇടിക്കാനോ മറ്റോ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയ സാധനമാണ് കേട്ടോ. അപ്പം നമ്മുടെ അടുപ്പിൻ്റെ സൈഡിൽ ഇത്ര ഐറ്റംസാണ് ഉള്ളത്. ഈ അടുപ്പ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഈ അടുപ്പിൻ്റെ സൈഡിലാണ് നമ്മൾ ഈ ഒരു വക സാധനങ്ങളെല്ലാം വെക്കുന്നത്. ഈ അടുപ്പിൻ്റെ ഭാഗത്താണ് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ കണ്ടോ പ്ലാസ്റ്റിക്കിൻ്റെ, അതിൽ നമ്മൾ കല്ലുപ്പ് അതിലാണ് കേട്ടോ ഇട്ട് വെക്കുന്നത്. പിന്നെ അടുപ്പിൻ്റെ മുകളിൽ വശത്തായിട്ട് കാണുന്നത് നമ്മളെ കാട്ടൻകോരി അറിയുമല്ലോ എല്ലാവർക്കും. നമ്മൾ കാട്ടൻകോരി എന്നാണ് അതിനെ പറയുന്നത്. സംഭവം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നെ അതിൻ്റെ മുകളിലെ കൊട്ടയിൽ വിത്തുകളാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ പച്ചക്കറിയെല്ലാം നടുന്നതിന് വിത്തെല്ലാം പയറും കാര്യങ്ങളെല്ലാം ആ വിത്താണ്. അതിൻ്റെ മുകളിൽ കണ്ടോ വേറൊരു കയറ് കാണുന്നത്, നമ്മളെ വാഴക്കൊലയെല്ലാം കെട്ടിത്തൂക്കുന്ന കയറാണ്. ഒരു കുഞ്ഞ് ജനലുണ്ട്. ആ ജനലിൻ്റെ അടുത്ത് നമ്മളെ ലൈറ്ററും ചുമണിക്കൂടാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ വേറൊരു ചെറിയൊരു കപ്പാട്ട് പോലത്തെ ഒരു സാധനമുണ്ട്. അതിൻ്റെ സൈഡിൽ ഡെറ്റോളാണ് കാണുന്നത്. ഇപ്പുറത്ത് കാണുന്നത് പൊള്ളിയനെല്ലാം ഉപയോഗിക്കുന്ന ഒരു മരുന്നുണ്ടാകുന്നില്ലേ, അത്. ഇതില്ലേ, ഇതൊരു തരി തന്നെയാണ്, തരിയ എന്ന് പറയും. പിന്നെ അത് ഞാൻ കാണിച്ചു തരാം എന്തെന്നാണ്. പിന്നെ ഈ ഒരു സൈഡിലും ഉണ്ട് കേട്ടോ തരിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ അരിയാന്ന് പറയുന്നത് കേട്ടോ. ഇത് എൻ്റെ ചേച്ചിയുടെ ഏട്ടൻ്റെ വൈഫാണ്. അപ്പോൾ ചേച്ചിയുടെ വീട് കർണാടകത്തിലാണ് കേട്ടോ. അപ്പോൾ കർണാടകത്തിൽ പോയിട്ടാകുമ്പോൾ അവരവിടെ ഈ ഒരു സാധനം കണ്ടിട്ടാകുമ്പോൾ എനിക്ക് തന്നതാണ് കേട്ടോ ഈ സാധനം. ഇത് അവരുടെ നാട്ടിലൊരു തൈരിയ പോലെ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. പിന്നെ ഇത് നമ്മളെ നാട്ടിലത്തെ തൈരിയ, മാച്ചിപ്പട്ട കൊണ്ട് ഉണ്ടാക്കുന്നത്. മാച്ചിപ്പട്ട എന്ന് പറഞ്ഞാൽ കവുങ്ങിൻ്റെ ഓലയില്ലേ, അതിനെക്കൊണ്ട് ചുറ്റി ഉണ്ടാക്കുന്ന തൈരിയ. ഇതിൽ തന്നെയാണ് നമ്മൾ ഈ മൺകലത്തിൽ സാധനങ്ങളെല്ലാം വെക്കുമ്പോൾ, ചട്ടി കലം ഇതെല്ലാം വെക്കുമ്പോൾ പണ്ടേ തൊട്ടേ ഇതിൽ തന്നെയാണ് നമ്മൾ വാങ്ങി വെക്കൽ കേട്ടോ. ഇപ്പോൾ പിന്നെ മറ്റേ സ്റ്റീലിൻ്റെ ആ സംഭവങ്ങളെല്ലാം ഉണ്ടല്ലോ, അതും ഉണ്ട് ഇടാം. ചെറിയൊരു പല വെച്ചിട്ടുണ്ട് കേട്ടോ. പലയെല്ലാം നമ്മളെ പൊടികളെല്ലാം ഉള്ളത്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പറങ്കിപ്പൊടി, വെളിച്ചെണ്ണ, മറ്റത് മറിച്ചത് പറഞ്ഞാൽ അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ ഉള്ളത് ഇവിടെയാണ് കേട്ടോ. എടുത്താൽ നമ്മളെ രണ്ട് പ്ലഗും കാര്യങ്ങളും വരുന്നത്. അതായത് അവിടെ നിന്ന് ഉള്ളിലോട്ട് പോകുന്ന വഴി കണ്ടിനല്ലോ. ആ കാണുന്നത് നമ്മളെ മോട്ടറിൻ്റെ സ്വിച്ചാണ് കേട്ടോ. ഇത് ഇന്ന് പുറത്തോട്ട് പോകുന്ന വഴി, അടുക്കളയിൽ നിന്ന് പുറത്തേക്കില്ലേ വഴിയാണ് കാണുന്നത്. അടുക്കളേൻ്റെ പുറത്ത് ഒരു പൈപ്പ് ഉണ്ട് കേട്ടോ, കൈ കഴുകുന്ന പൈപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. അലേരെ താഴെയായിട്ട് തന്നെ നമ്മളെ തടുപ്പ വെച്ചിട്ടുണ്ട്. അരിയും ഗോതമ്പും അങ്ങനെയുള്ള സംഭവമെല്ലാം ചേർന്ന് തടുപ്പയില്ലേ, അതുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഒരു കുരിയുണ്ട്, എന്തെങ്കിലും വറുക്കാനോ പിടിക്കാനോ വേണമെന്നില്ലേ അതിൻ്റെ കുരിയാണ്. പിന്നെ അതിൻ്റെ നേരെ താഴോട്ട് നോക്കുകയാണെങ്കിൽ താഴെ ഭാഗത്ത് ആ സൈഡ് ഓലക്കിടിയാണ് വെച്ചിട്ടുള്ളത്. ഓലക്കിടിയും പിന്നെ നമ്മളെ നമ്മൾ മാച്ചി എന്ന് പറയും, അറിയാലോ. ഓലക്കിടി വെച്ച് മാച്ചിയുണ്ട്, നിങ്ങളെന്ത് പറഞ്ഞാൽ എനിക്കറിയില്ല. മാച്ചിയും ഓലക്കിടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മാച്ചിയും അതേ മറ്റേ കവുങ്ങിൻ്റെ മാച്ചിയാണ്. കവുങ്ങിൻ്റെ മാച്ചി നല്ല മാച്ചിയാണ് കേട്ടോ, അടിക്കാൻ നല്ല സുഖമുള്ള മാച്ചി കവുങ്ങിൻ്റെ ആണ്. തെങ്ങിൻ്റെ മാച്ചി എനിക്ക് അത്ര ഇഷ്ടമല്ല അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ താഴെ ഭാഗത്ത് നമ്മളിതാ തേങ്ങ ചേരുന്ന ചെരാപ്പില, നമ്മൾ ചെരാപ്പില എന്നാണ് പറയുന്നത്. ചെരാപ്പില വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് പലക ഇല്ലേ, ഇരിക്കുന്ന പല അതും ഉണ്ട്.
അപ്പോൾ ഇത് അടുപ്പിൻ്റെ താഴെഭാഗത്തായിട്ടാട്ടോ വരുന്നത്. അടുപ്പിൻ്റെ താഴെഭാഗത്ത് ഈ ഒരു പാത്രത്തിൽ മറ്റേ ചേരി കത്തിക്കുന്ന ചേരി വെച്ചിട്ടുണ്ട്. ചേരീന് എന്ത് പറയില്ല നിങ്ങൾ? ചകിരിയാ? അത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഭാഗം നമ്മൾ കാണിച്ചിട്ടില്ലത് അല്ലേ? ഇതാ പല കാണിച്ചു, ബാക്കി ഐറ്റംസ് എല്ലാം കാണിച്ചു. ഇതാ ഈ കാണുന്ന ഭാഗം അല്ലേ? അപ്പോൾ അതിൻ്റെ താഴെഭാഗത്ത്, അടുപ്പിൻ്റെ താഴെഭാഗത്തായിട്ട് നമ്മളെ കടച്ചക്കല്ലുണ്ട്. കടച്ചക്കല്ല്, അരിയെല്ലാം അരക്കുന്ന കല്ലില്ലേ? ഇതാ ആ കാണുന്നത്. അതിൻ്റെ അടുത്ത് ചാക്കിൽ എന്തോ സാധനം വെച്ചിട്ടുണ്ട്. അതെന്ത് നോക്കാം. അടുപ്പിൻ്റെ മുകളിലല്ല, ഒരു സൈഡിലായിട്ട് ഇതുപോലത്തെ 2 ജനലുണ്ട്. ജനലിന് കണ്ടോ ഒരു ഫാൻ ഉണ്ട്. ഹെഡ് ഫാനില്ലേ, നമ്മളിങ്ങനെ എടുത്ത് ചൂട് കാറ്റെല്ലാം പുറത്തേക്ക് തള്ളുന്ന അങ്ങനത്തെ ഹെഡ് ഫാൻ. പക്ഷേ അതുണ്ടല്ലോ, അതിപ്പോൾ അനക്കാനേ പറ്റില്ല. ഇങ്ങനെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട് ഈ അടുക്കളയിലെല്ലാം വെച്ചിട്ട് പോയത്. ഇത് അറിയാലോ, സ്റ്റീലിൻ്റെ കറിയും എല്ലാം വാങ്ങി വെക്കുന്ന ആ സംഭവം. അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ എണ്ണ ഉണ്ടോ, അത് നമ്മൾ തലയിൽ തേക്കുന്ന എണ്ണ ഒരു പാത്രത്തിൽ ഞാൻ ഒഴിച്ച് വെച്ചതാണ് കേട്ടത്. പിന്നെ അപ്പോൾ ബാക്കി എടുത്ത സാധനമെല്ലാം ഫുള്ള് കരിയും പുകയും പിടിച്ചിട്ടുണ്ടാവും. ഇന്ന് രാവിലെ വൃത്തിയാക്കി കഴിഞ്ഞാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കരി വീണിട്ടുണ്ടാകും മുകളിൽ നിന്ന്. എത്രയായാലും അങ്ങനെ തന്നെയാണ് ഉണ്ടാകും. അത് ഒന്നാമത് ഉള്ളിൽ തന്നെ അടുപ്പായിട്ട് തീയെല്ലാം കത്തിക്കുന്നതല്ലേ, പഴയ വീടല്ലേ. അപ്പോൾ അതങ്ങനെ തന്നെ ഉണ്ടാവില്ലല്ലോ കേട്ടോ. പിന്നെ ഇത് നമ്മളെ ടേബിൾ, ഇവിടുന്ന് നീളത്തിൽ ടേബിളിൻ്റെ മിത്ത് എന്തെല്ലോ സാധനം ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം ഞാൻ. പിന്നെ അതാ ഈ ടേബിൾ ഇതുപോലെ നീളത്തിലാണ് വരുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഇവിടെ ടേബിളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. സാധാരണ ഒരു ടേബിളാണ് ഉണ്ടായത്. ഇത് നമ്മളിങ്ങനെ പറഞ്ഞിട്ട് അളവെടുത്തിട്ട് പോയിട്ട് ഉണ്ടാക്കിയെടുത്തത്. അതിൻ്റെ ഒന്നും തന്നെ കൈ കഴുകേണ്ട ഒരു സംഭവം കൂടി കൈ കഴുകേണ്ട അല്ല, പാത്രമല്ല, അത്യാവശ്യം കഴുകേണ്ട സംഭവം കൂടി അതിൻ്റെ ഒന്നും തന്നെ ആക്കിയെടുത്തിട്ടുണ്ട് അളവെടുക്കുന്ന സമയത്ത്. ഇതൊരു ഇരുമ്പിൻ്റെ പോലത്തെ ടേബിളാണ് കേട്ടോ. ഇതിന് ആദ്യം ഒന്നും ഉണ്ടായിട്ടാണ്. ഇപ്പം ഞാൻ അതിന് ശേഷം ഓൺലൈനിൽ നിന്ന് ഈ ഒരു ഷീറ്റ് വാങ്ങിയിട്ട് ഒട്ടിച്ചതാണ് കേട്ടോ. ഇത് ഒട്ടിച്ച് പിന്നെ കുറച്ചൊരു രസമുണ്ട് കാണാൻ വേണ്ടി, ഒരു വൃത്തി പോലെ തോന്നുന്നു. വൃത്തി എന്ന് പറഞ്ഞുകൂടാട്ടാ. പിന്നെ അപ്പോൾ ഇതിലെല്ലാം സാധനങ്ങൾ വെച്ചതാണ് കേട്ടോ. എന്തായാലും പൊത്തി വെച്ചിട്ടുണ്ട് സാധനമെല്ലാം. പിന്നെ ഇതിൻ്റെ ഭാഗത്തായിട്ട് അധികം ഉണ്ടായത് നമ്മൾ 2 പാട്ട, നമ്മളെ ചോപ്പർ, ഒരു ഫ്ലാസ്ക്, കുപ്പി, ഇത് നമ്മളെ കുപ്പി, വെള്ളം കുപ്പി, ഇങ്ങനത്തെ സാധനം വെക്കാൻ വേറെ സ്ഥലവും ഇല്ല. പിന്നെ എന്താ ചെയ്യല്. പിന്നെ ഇതെന്താ നട്ട്സാണ്, നട്ട്സ് പൊളിച്ച് വെച്ചത്, ചിയാ സീഡ്. പിന്നെ ഇതെന്താ, ഇത് മറ്റേ പറയാം ഇത് ഫ്ലാക്സ് സീഡ്, പംകിൻ സീഡ്, പിന്നെ വാട്ടർമെലൺ സീഡ്, അങ്ങനെ കുറേ നട്ട്സ് മറ്റേ കാര്യങ്ങളെല്ലാം. അത് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇവിടെ കപ്പ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്, ഗ്ലാസ്, അങ്ങനെ ഇങ്ങനെയെല്ലാം. പിന്നെ ഇത് പഞ്ചസാര, ഇത് ചായപ്പൊടി, ഇത് ഉപ്പ്, ഇതിൻ്റെ അകത്തെ സാധനമുണ്ട്, കാണിച്ചു തരാം. വെളിച്ചെണ്ണ തടുന്ന പാത്രം, അതവിടെ പൊത്തി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വരും കണ്ടോ, നീളത്തിലാണ് ടേബിള് വരുന്നത് കണ്ടോ, ഇങ്ങനെ വരും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ രാവിലെ ചായക്ക് ഒറോട്ടി ആക്കിയത് അതാടാ, ചൂടാറാത്ത പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ചൂട് നിൽക്കുന്നൊന്നുമില്ലാന്നേ ഉള്ളൂ, ചൂടാറാത്ത പാത്രം എന്ന് പേരും. പിന്നെ ഇത് നമ്മളെ ഗ്യാസിൻ്റെ സ്റ്റൗ അറിയാലോ എല്ലാവർക്കും. പിന്നെ അതിൻ്റെ മുകളിൽ ആയിട്ട് കത്തി വെക്കുന്ന ഇത് കണ്ടാ, അത് കാന്തം. ചേട്ടൻ വണ്ടീൻ്റെ എന്തോ സാധനം കൊണ്ടുപോയിട്ട് അവിടെ ഫിറ്റാക്കി വെച്ചത്. അപ്പോൾ കത്തിയെല്ലാം വെക്കാൻ നല്ലത്. പിന്നീട് നമ്മളെ കത്രിക ഉണ്ട്. പിന്നെ നമ്മൾ മുറിക്കുമ്പോൾ ഇടുന്നില്ലേ, വിരലിന് ഇടുന്നില്ലേ, കൈ കൊണ്ട് മുറിക്കുന്ന സമയത്ത് ആ സാധനം, ഒരു ഗ്ലൗസ് കണക്കത്തെ അത്. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു കാന്തം പോലത്തെ സംഭവം, അതിൻ്റെ സൈഡിൽ കുപ്പിയെല്ലാം വൃത്തിയാക്കുന്ന സംഭവം. പിന്നെ നമ്മളെ കലണ്ടർ ഉണ്ട്. ഇത് ഏത് കലണ്ടറാണ്? ശ്രീറാം ട്രേഡേഴ്സിൻ്റെ കലണ്ടർ അതുണ്ട്. പിന്നെ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് നമ്മളെ കറണ്ടിൻ്റെ അടുപ്പിലുള്ള സ്റ്റീൽ പാത്രത്തിൽ വെള്ളം ആട്ടോ, കുടിവെള്ളം, ചൂടുവെള്ളം വെക്കുന്നത്. പിന്നെ ഒരു ജഗ്ഗും പാട്ടയും ഉണ്ട്. പിന്നെ മിക്സിയിൽ 2 ജാറ് എപ്പോഴും പുറത്തുണ്ടാവും, ബാക്കിയൊന്നും പുറത്ത് വെക്കില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ടേബിളിൽ വരുന്നത്. അതിൻ്റെ ബാക്കിയും കൂടി കാണിക്കാം. അപ്പോൾ അത് ഈ ഒരു ബേസല്ല, എന്ത് പറയണ്ടേ, പാത്രമെല്ലാം കഴുകുന്ന സംഭവം. ഇതെല്ലാം ഒരു സെറ്റപ്പാണ് സംഭവം. ഇതിങ്ങനെ എടുക്കാൻ പറ്റും, പൊക്കാൻ പറ്റും, അങ്ങനത്തെ സംഭവമാണ് കേട്ടോ. അങ്ങനെ ഒരു സാധാരണ ഒരു ഹോള് പോലെ ആക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ സാധനം ഇറക്കി വെച്ചതാണ്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ സൈഡിൽ നമ്മളെ ഹാൻഡ് വാഷും കാര്യങ്ങളെല്ലാം, പിന്നെ അടവക്കൽ ഹാൻഡ് വാഷും, പിന്നെ പാത്രം കഴുകുന്ന ലിക്വിഡെല്ലാം. അപ്പോൾ ആ ഒരു പാത്രം അത് വാങ്ങി പിന്നെ ഞാൻ അതിലേക്ക് തന്നെ എല്ലാം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ലൊരു ഉപകാരമായി തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മുറിക്കുന്ന പല അത് അതിൽ വെക്കും. പിന്നെ ഈ കാണുന്നത് നമ്മളെ പാത്രമെല്ലാം വെക്കുന്ന സ്ഥലം. സ്റ്റീൽ പാത്രം തന്നെ കൂടുതലുള്ളത് ഇങ്ങനെ കാണുമ്പോൾ. ഇതിൽ കാണുന്നത് ഫുള്ള് സ്റ്റീൽ പാത്രമാണ്. സ്റ്റീൽ പാത്രമാണ് ഇവിടെ എല്ലാവരും ഉപയോഗിക്കൽ കേട്ടോ.
പിന്നെ ഒരു പാൻ 2 പാനുണ്ട്. നമ്മളെ പഴയ പാനും അവിടെ ഉണ്ട്, പുതിയ പാനും ഉണ്ട്. പാട്ട, ഗ്ലാസ്, കയ്യിൽ അങ്ങനത്തെ എല്ലാം. പിന്നെ അത് ഈ കാണുന്ന കവറിൽ ചപ്പാത്തിക്കോലും പിന്നെ മരത്തിൻ്റെ കയ്യിൽ അങ്ങനത്തെ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടുന്ന് ഇടത്തേക്ക് സംഭവം മനസ്സിലായില്ലേ? ഇതിങ്ങനെയാണ് അടുക്കള, നീളത്തിൽ വരും. നമ്മളെ അടുക്കളേൻ്റെ ടേബിൾ ഉണ്ടല്ലോ, ടേബിളിൻ്റെ അടിയിൽ എന്തെല്ലാം സാധനം ഉണ്ട് നോക്കാം നമുക്ക്. ടേബിളിൻ്റെ അടിയിൽ കണ്ടോ കുറേ പ്ലാസ്റ്റിക് അല്ല, അത് ആ മഞ്ഞ പാത്രങ്ങളുണ്ടോ നമ്മളിവിടെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് വരുന്നില്ലേ, വിൽക്കാനല്ല, പിള്ളേർ വരുന്നില്ലേ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ, അങ്ങനെ വരുന്ന അവരോട് മേടിച്ചതാണ് കേട്ടോ അതെല്ലാം. പിന്നെ ചീൻചട്ടി, കഞ്ഞിക്കലം, ചായപാത്രം, കുക്കർ, പിന്നെ അലുമിനിയത്തിൻ്റെ ചീൻചട്ടി, പിന്നെ എന്തെന്ന് പുട്ടും കുറ്റി, പിന്നെ സ്റ്റീലിൻ്റെ അപ്പച്ചമ്പ്, പിന്നെ അതിൻ്റെ ഇടയിൽ ഗ്യാസ്, പിന്നെ നമ്മളെ ചട്ടിയും കലങ്ങൾ കണ്ടോ, നമ്മളെ കലം ചട്ടി. ഇത് ഞാൻ ഉപ്പേരി വെക്കുന്ന കലം, അത് ചോറ് വെക്കുന്ന കലം, അത് വെറുതെ ഒന്ന് മേടിച്ചത്, അത് എപ്പോഴെങ്കിലും എടുക്കുകയുള്ളൂ. മറ്റേ കാണുന്നുണ്ടോ, അത് നമ്മൾ നല്ലോണം ചിക്കൻ കറിയെല്ലാം ഉണ്ടാകുമ്പോൾ അടുപ്പിൽ വെക്കുന്ന കലം. പിന്നെ വെള്ളം വെക്കുന്ന പാത്രങ്ങളാണ് ഇത്. പാനി, ഉരുളി, മീനെല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വെക്കുന്ന പാത്രം ഉണ്ടാകുന്നില്ലേ, അത്, അപ്പച്ചമ്പ്, ചെറിയൊരു പാനി, അതെല്ലാം ഉണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ. സാധനങ്ങളുമായി ഇതാ കണ്ടില്ലേ, ഇതാ കണ്ടോ ഇതുപോലെ നീളത്തിലാണ് വരുന്നത്. ഞാൻ ഇതാ ഇപ്പോൾ ബാക്കോട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്താ കണ്ടില്ലേ, എന്താ അതിൻ്റെ അടുത്ത് തന്നെ നമ്മളൊരു ഗ്രൈൻഡറും വരുന്നുണ്ട്. പിന്നെ ഗ്രൈൻഡറിൽ എന്തെങ്കിലും അത്യാവശ്യം അരക്കാനുണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ അരക്കലുണ്ട് കേട്ടോ, അതും വരുന്നുണ്ട്. പിന്നെ നീളത്തിൽ വരും. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ വെള്ളം വെക്കുന്ന വേറെ ഒരു പാത്രമുണ്ട്. ഇപ്പോൾ ഇതാ പുറത്തോട്ട് എത്തി ഞാൻ വീഡിയോ എടുത്ത് ഇത് ആ കാണുന്നത് നമ്മളെ ഉള്ളിലോട്ടിലെ വഴി, ഫ്രിഡ്ജെല്ലാം വെച്ച സ്ഥലമില്ലേ അത് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെയാണ് നമ്മളെ അടുക്കള വരുന്നത്. അത് അടുക്കളയിൽ നിന്ന് പുറത്തോട്ടില്ലേ വഴിയാണത്. ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിന് മുന്നേ വീഡിയോസിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഹൈപ്പെല്ലാം ചെയ്യണം കേട്ടോ.